കുടുംബശ്രീ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റവും ബഹുമാനിയായ MLA ക്ഷണിച്ചോളും. അവിടെ നിന്നാൽ കാണാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഏറെ ആഹ്ലാദത്തോടെ അങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ CDS 26ാമത് വാർഷികം അരങ്ങിൽ അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ച് വിജയികളായ നമ്മുടെ കലാകാരികൾക്കുള്ള അനുമോദനവും രണ്ടും ചേർന്നുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും അറിയിക്കാം. കുടുംബശ്രീ ഒരു കാലഘട്ടത്തെ മാറ്റിയെഴുതിയ സാമൂഹ്യ വിപ്ലവമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടുംബശ്രീ സൃഷ്ടിച്ച ചലനം, വരുത്തിയ മാറ്റം, അത് നമുക്ക് കാട്ടിത്തന്ന വെളിച്ചം, അതറിഞ്ഞവരാണ് നിങ്ങളെല്ലാവരും. കഴിഞ്ഞ കുടുംബശ്രീ വാർഷികത്തിന് വന്നപ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളോട് ചോദിച്ചു, എന്താണ് കുടുംബശ്രീ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എന്ന്. അന്ന് കുടുംബശ്രീയുടെ സെക്രട്ടറിയായ ഒരാൾ വേദിയിലേക്ക് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരുമയോടെ നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് കുടുംബശ്രീയാണ്. ഇന്ന് നമുക്കൊരു ഉത്തരം കേട്ടാൽ കൊള്ളാം എന്നുണ്ട്. ഞാനൊരാളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആര് വരും? ഒരാൾ വരും. ഒരാൾ ഒരു കൈയടി നമുക്ക് കൊടുക്കാം. കൈയടിക്കൊരു ശക്തി കുറഞ്ഞല്ലോ, അത് പറ. ഇതാണ് കുടുംബശ്രീയുടെ ആദ്യത്തെ നേട്ടം. എന്താണെന്നറിയാമോ? സദസ്സ് മാത്രമല്ല സ്ത്രീകളുടേത്, അരങ്ങും സ്ത്രീയുടേതാണ് എന്ന് തെളിയിച്ചു എന്നതാണ് കുടുംബശ്രീ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം. നമുക്കൊന്ന് കേൾക്കാം. പരിചയപ്പെടുത്തി. എൻ്റെ പേര് സ്മിത എന്നാണ്. 13ാം വാർഡിൻ്റെ ADSൻ്റെ പ്രസിഡൻറ്റും അശ്വതി കുടുംബശ്രീയുടെ സെക്രട്ടറിയുമാണ് ഞാൻ. അതെ, ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഖജാൻജിയായിട്ടുള്ള. എത്ര വർഷമായി? 4 വർഷം. ഈ 4 വർഷം കൊണ്ടുള്ള ഏറ്റവും വലിയ മാറ്റം? നല്ലൊരു കൂട്ടായ്മ കുടുംബശ്രീ ഉണ്ടാക്കി സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ 2010 കുടുംബശ്രീയിലെ ഒരംഗമായത്. ആ സമയത്ത് കുടുംബശ്രീയിലെ കൂടെ നിന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടായി. കുടുംബശ്രീ രൂപീകരിച്ചു. അതിൽ ഞങ്ങൾ 5 ചെറുപ്പക്കാരും ബാക്കിയുള്ള അമ്മമാർ, പ്രായമുള്ള അമ്മമാരുമാണ്. 70-85 വയസ്സ് വരെ പ്രായമുള്ള അമ്മമാരെ കൂട്ടി നിർത്തിക്കൊണ്ടാണ് കുടുംബശ്രീ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളെ കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ടാണ് അമ്മമാർ കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു 2 അമ്മമാർ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രായമുള്ള ആൾ വന്നിട്ടില്ല. എന്താ ചെയ്തു? അതിലും പ്രായമുള്ള 2 അമ്മമാർ കുടുംബശ്രീയിലാണ്. ഒരാളെ സഹായിക്കുവാൻ ഒരു നിർത്താതെ പോയിക്കോട്ടെ. എനിക്ക് തന്നെ പോവാണ്. ലക്ഷ്മി എത്ര നാളായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നു? 2010 മുതൽ. സന്തോഷമുണ്ടോ?
നല്ല മാറ്റമുണ്ടോ? വായ്പയൊക്കെ കിട്ടുന്നുണ്ടോ? അത് പറഞ്ഞപ്പോൾ ചിരി ഇച്ചിരി കൂടുതൽ വന്നു. കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും നല്ല ചിരി വന്നത്. കുടുംബശ്രീ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ലഭിക്കുമായിരുന്നോ? അപ്പൊ കുടുംബശ്രീ പ്രവർത്തിച്ചതിൽ ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. ആ അഭിമാനമാണ് നമ്മുടെ സ്ത്രീകൾക്ക് കുടുംബശ്രീ നൽകുന്ന ഏറ്റവും വലിയ. അപ്പൊ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരിമാർക്കും MLA എന്ന തരത്തിൽ ഒരു സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MLA ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജേക്കബ് സ്റ്റീവൻ, പ്രിയപ്പെട്ട സുജ MS, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സതീഷ് സാറ്, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വി സുരേഷ്, കുഞ്ഞുമറിയാമ്മ ടീച്ചർ, വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയത്. ദാരിദ്ര്യം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ഏത് തരത്തിലുള്ള സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള ഉയർച്ചയിലേക്ക് വരേണ്ട മാനദണ്ഡങ്ങൾ, ഇതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം കടന്നു വരാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും നമ്മൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുരംഗത്ത് സ്ത്രീകൾക്ക് സംസാരിക്കാന്, കൂട്ടം കൂടാന്, കൃഷി ചെയ്യാന്, അവരുടെ ആതുര സേവന രംഗങ്ങളിൽ ഒക്കെയുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വലിയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം ഇന്നത് അതിൻ്റെതായ ലക്ഷ്യങ്ങളിൽ വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ തുടങ്ങിക്കൊണ്ടായ ആ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഒരുപാട് കലാപരിപാടികളിലൂടെ അല്ലെങ്കിൽ നമ്മൾ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെയൊക്കെ ഇന്ന് അതിന് നമ്മൾ പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. 136 കുടുംബശ്രീ യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഈ ഓരോ കുടുംബശ്രീ സംരംഭങ്ങളിലും സ്വയം തൊഴിലുള്ള ജനപ്രതിനിധികൾ, CDSുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, CDSന്റെ നേതാക്കന്മാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട CDSന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, CDSന്റെ ഈ വർഷത്തെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന യോഗമാണ്. ഇവിടെ പല ചടങ്ങുകളുണ്ട്, നടന്നു, ട്രോഫി കൊടുത്തു, അങ്ങനെ പല കാര്യങ്ങളും. രാജൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രിയപ്പെട്ട S. ആദില, പ്രിയപ്പെട്ട ബിന്ദു രേഖ, മെമ്പർ സെക്രട്ടറി പ്രിയപ്പെട്ട TK സജീന, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കളുമായ ജനപ്രതിനിധികൾ, വായ്പമാരെന്നുള്ള ആ നിലയിലേക്ക് അവരുടെ സ്വഭാവം മാറും. ഇങ്ങനെ വായ്പയെടുത്ത് നമ്മൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ വായ്പയെടുത്ത് എന്തിനു വേണ്ടിയാണ്? ക്രിയാത്മകമായ ഒരു പരിവർത്തനത്തിന് വേണ്ടി ആ തുക നമ്മൾ ചെലവഴിക്കുന്നു ഉണ്ടോ എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മൾ വായ്പ അടയ്ക്കുന്നതിന് വേണ്ടിയും മറ്റ് വീട്ടിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക രംഗത്ത് ഒരു ശാക്തീകരണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത്. പ്ലസ് ടുവിനാണ്